പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കഥാകൃത്ത് ശ്രീ മഹേന്ദർ എഴുതിയ കാട് എന്ന ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കഥാ വായനയിലേക്ക് കടക്കാം. കാട് എന്ന ഈ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത് സുമിത ജനാർദ്ദനൻ. ഇന്നേ ദിവസം തന്നെ സേതുരാമൻ സീതാറാം ഹൗസിംഗ് കോളനി സന്ദർശിക്കാൻ എത്തിയത് ഒന്നോർത്താൽ ആകസ്മികം തന്നെ. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അരവിന്ദൻ അന്ന് കുറച്ച് തിരക്കിലായിരുന്നു. 3 ഇടത്ത് ചെടി നടൽ നടത്താനുണ്ട്. മുൻ വർഷങ്ങളിൽ നട്ട ചെടികൾ വളർന്നു നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുപ്പും സംഘടിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ചന്ദ്രി വിളിച്ചത്. കേട്ടപ്പോൾ അതാരാണെന്ന് ഉടൻ തിരിച്ചറിയാനായില്ല. അല്ല, സേതു എന്നയാളെ നേരിൽ കണ്ടാലും മനസ്സിലാവുമായിരുന്നില്ല എന്നതാണ് സത്യം. 1-2 തവണ അരവിന്ദൻ സംസാരിച്ചത് മുഴുവനും സേതുവിന്റെ അച്ഛൻ സീതാരാമനുമായിട്ടായിരുന്നല്ലോ. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഒരാൾ കാത്തു നിൽപ്പുണ്ട് എന്ന കാര്യം അരവിന്ദൻ മറന്നു കഴിഞ്ഞിരുന്നു. മുറ്റത്ത് വലതുവശത്തായി ചന്തത്തിൽ നട്ടുപിടിപ്പിച്ച കാറ്റാടിമരത്തിന്റെ ശുഷ്കിച്ച നിഴലിൽ ജീൻസും ടീഷർട്ടുമിട്ട ഒരു ചെറുപ്പക്കാരൻ കയ്യിലെ വില കൂടിയ ഫോണിൽ തലപൂഴ്ത്തി നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറുന്നതിനോടൊപ്പം അരവിന്ദൻ ആതിഥേയത്വത്തോടെ പറഞ്ഞു, വരൂ, കയറി വരൂ, കയറി ഇരിക്കാമായിരുന്നു. സോറി ട്ടോ, 1-2 ചെറിയ പരിപാടികളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. വരൂ വരൂ. ചെറുപ്പക്കാരൻ എല്ലാറ്റിനും മറുപടിയായി ചിരിക്കുക മാത്രം ചെയ്തു. അയാളുടെ ചിരിയിൽ വിഷാദം കലർന്നിട്ടുണ്ട് എന്ന് അരവിന്ദന് തോന്നി. അതോ ഔപചാരികത ചാലിച്ചപ്പോൾ അത് വിഷാദമായി മാറിയതാവുമോ? വരൂ, ഇരിക്കൂ. ചെറുപ്പക്കാരൻ അപ്പോഴും സ്മാർട്ട് ഫോണിൽ ഏതോ ചാറ്റിംഗിന്റെ ഇടയിലാണെന്ന് തോന്നി. എനിക്ക് ഈ ചാറ്റിംഗ് ഒന്ന് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. താങ്കൾ ഇപ്പോൾ എന്തിനാണ് വന്നത് എന്ന മട്ടിലൊരു ചെറിയ വെപ്രാളം അരവിന്ദൻ അയാളുടെ ശരീരഭാഷയിൽ നിന്നും വായിച്ചെടുത്തു. ചൂരൽ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെറുപ്പക്കാരൻ ഭവ്യതയോടെ പരിചയപ്പെടുത്തി. ഓ, സീതാരാമൻ, ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു. അച്ഛനോട് ഇവിടെ വരെ വരാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നതേയില്ല. അരവിന്ദന് കുറച്ചുകൂടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന മട്ടിൽ സേതുരാമൻ കുറച്ചു സമയം മൗനമായി ഇരുന്നു. പിന്നെ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അച്ഛൻ മരിച്ചു കഴിഞ്ഞയാഴ്ച. എന്നിട്ട് അയാൾ കഴുത്തിൽ ഞാത്തിയിട്ടിരുന്ന മാസ്ക് കൊണ്ട് മൂക്കും വായും മൂടി. ഏതോ ഒരു പ്രേരണയാൽ അരവിന്ദനും സ്വന്തം മാസ്ക് പൂർവ്വസ്ഥിതിയിലാക്കി. ഓ സോറി. അയ്യോ, എങ്ങനെ? എന്തായിരുന്നു അസുഖം? എന്നിങ്ങനെ നിരവധി ആംഗിളുകളിൽ ഒരാൾക്ക് പ്രതികരിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് അത്. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ച് ഒരു കൊടും മൗനത്തിന്റെ പരന്ന പ്രതിരോധത്തിലായിപ്പോയി അരവിന്ദൻ. അങ്ങനെ അനിശ്ചിതത്വത്തിന്റെ 1-2 മിനിറ്റുകൾ കൂടി കടന്നു പോകുമ്പോഴാണ് ചന്ദ്രി ചായയുമായി കടന്നു വന്നത്. കേറിയിരിക്കാൻ പറയാമായിരുന്നില്ലേ നിനക്ക്? ഇത് സീതാരാമന്റെ മകൻ സേതുരാമനാണ്, നമ്മുടെ ആ പ്ലോട്ട് കാടിന്റെ. ഞാൻ പറഞ്ഞതായിരുന്നു. മൗനം മുറിഞ്ഞുപോയതിന്റെ ആശ്വാസം പ്രകടമാക്കിക്കൊണ്ട് അപ്പോൾ സേതു പറഞ്ഞു, ഓ അതൊന്നും സാരമില്ല. ചായ കൊടുക്കുമ്പോൾ ചന്ദ്രിക അനാവശ്യമായി ഇങ്ങനെ ചോദിച്ചു, അച്ഛനൊക്കെ സുഖമല്ലേ? സേതുവിന്റെ മറുപടിയിൽ ഇത്തവണ പ്രതിരോധത്തിലായത് ചന്ദ്രികയാണ്. എന്നാലും പെണ്ണുങ്ങളുടെ സ്വതസിദ്ധമായ നിഷ്കളങ്കതയോടെ അവൾ പ്രതികരിച്ചു, അയ്യോ കഷ്ടമായി. എന്തായിരുന്നു അസുഖം? പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു, പ്രായമായതിന്റെ തന്നെ. ഓഹോ, എത്ര പ്രായമായി? 85 കഴിഞ്ഞു. വീണ്ടും മൗനം. പുറത്ത് മഴ ചാറിയേക്കും എന്ന സൂചന പോലെ അന്തരീക്ഷം കറുത്തുനിന്നു. എന്നാൽ മഴക്കാലമാണെന്ന യാതൊരു അടയാളവും കാണിക്കാത്ത വിധം ഉഷ്ണം മുറിക്കകത്ത് പൊതിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ നെറ്റിയിൽ തുടയ്ക്കാതെ വിട്ട പൊടിവിയർപ്പ് അരവിന്ദനിൽ ചെറിയൊരു അസ്വസ്ഥത ഉളവാക്കി. അയാൾ എഴുന്നേറ്റ് ഫാൻ ഓൺ ചെയ്തു. സേതുരാമൻ ഒന്ന് ദീർഘമായി ശ്വസിച്ചു. സീതാരാമനെ അവസാനമായി ഫോൺ ചെയ്തിട്ട് 3-4 മാസമെങ്കിലും ആയി കാണും എന്ന് അരവിന്ദൻ ഓർത്തു. ചുരുങ്ങിയ വാക്കുകളിൽ ആ സംഭാഷണം അവസാനിക്കുകയും ചെയ്തു. ഞാൻ അരവിന്ദനാണ്. സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അത് ഞാനൊരിക്കൽ പറഞ്ഞതാണല്ലോ, ഇപ്പോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ആ പ്ലോട്ട് ഒന്ന് കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇട്ടൂടെ? ഹേ. മറുപുറത്ത് മൗനം. അടുത്ത ശനിയാഴ്ച അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളൊന്ന് ഇവിടെ വരെ വന്നാൽ സൗകര്യമായിരുന്നു. ഞാൻ വരാം. എന്നാൽ സീതാരാമൻ വരികയോ മീറ്റിംഗ് തന്നെയും നടക്കുകയോ ഉണ്ടായില്ല. അപ്പോഴേക്കും രാജ്യമൊട്ടാകെ ലോക്ക്ഡൌൺ ആരംഭിച്ചു. സീതാറാം ഹൗസിംഗ് കോളനിയുടെ ഒരറ്റത്ത് ഒരു കഷ്ണം പ്ലോട്ടിൽ കാട് പടർന്നു പിടിച്ചു കിടപ്പുള്ളത് തലവേദന പിടിച്ച കാര്യമായിരുന്നു. 10 സെന്റ് സ്ഥലത്ത് ഇല്ലാത്ത ജന്തുക്കളില്ല. കൂടിയ പല സമയങ്ങളിലായി പല വീടുകളിൽ നിന്നും വിഷപ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെടുത്ത് തല്ലിക്കൊല്ലൽ ഈ അടുത്ത കാലത്തായി പതിവായിരിക്കുന്നു.
അണലി, കെട്ടുവരയൻ, മൂർഖൻ എന്നിങ്ങനെ മാറി മാറി പല പല പരാതികളായി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അരവിന്ദൻ കേൾക്കുന്നു. 12 വീടുകളാണ് ഈ ഹൗസിംഗ് കോളനിയിൽ. 13ാമതായി സീതാരാമന്റെ പ്ലോട്ടും. അയാൾ തന്നെയാണ് പ്ലോട്ട് തിരിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കച്ചവടമാക്കിയത്. എന്നാൽ മൂലയ്ക്ക് 10 സെന്റ് സ്ഥലം ബാക്കി വെക്കുകയും ചെയ്തു. അതൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ്, ഏകദേശം 2 വ്യാഴവട്ടക്കാലം മുൻപ്. പല കാലങ്ങളിലായി പലരിലൂടെ കൈമാറി പതിയെ പതിയെ വീട് വെച്ച് 12 കുടുംബങ്ങൾ ഇവിടെ കുടിയേറി ഇരിക്കുകയായിരുന്നു. അരവിന്ദനാണ് ആദ്യം വന്നത്. സീതാരാമന്റെ പേരു തന്നെ ഹൗസിംഗ് കോളനിക്ക് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചതും അയാൾ തന്നെ. സീതാറാം ഹൗസിംഗ് കോളനി കേൾക്കുമ്പോഴേ ഒരു ഗുമ്മുണ്ട്. അത് ബുദ്ധിയായി. അയ്യർ മുതൽ നായർ വരെ ഉള്ളവരെ പിന്നീട് സ്ഥലം വാങ്ങാൻ വന്നിട്ടുള്ളൂ. ആദ്യ അന്തേവാസി എന്ന നിലയ്ക്ക് ഹൗസിംഗ് കോളനിയുടെ അമരക്കാരനും പല പ്ലോട്ടിന്റെയും ബ്രോക്കറും അരവിന്ദൻ തന്നെ. എന്നാൽ ഈയിടെയാണ് ആ 10 സെന്റ് ഹൗസിംഗ് കോളനിക്കാർക്ക് ഭീഷണിയാവാൻ തുടങ്ങിയത്. 1-2 വർഷങ്ങൾ ആയി കാണും. കൃത്യം പറഞ്ഞാൽ 2018 ആദ്യ പ്രളയത്തിന് ശേഷം. ഇത്രയും വിഷജീവികൾ ഇവിടെ താമസമുണ്ടെന്ന് അറിയുന്നത് വെള്ളം കയറി ഇറങ്ങിപ്പോയ പ്രളയശേഷമായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് പല സമയങ്ങളിലായി പല വീടുകളിൽ പാമ്പുകൾ സന്ദർശനം തുടങ്ങിയത്. ആദ്യമാദ്യം കോളനി നിവാസികൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കണക്കാക്കിയത്. എന്നാൽ സംഗതി പതിവായപ്പോഴാണ് അവർ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഹൗസിംഗ് കോളനിയുടെ ഒരരികിൽ കിടന്നിരുന്ന ആ 10 സെന്റ് സ്ഥലം അതുവരെ എല്ലാവർക്കും വേസ്റ്റ് ഇടാൻ സൗകര്യമുള്ള ഇടം മാത്രമായിരുന്നു. അത് സീതാരാമന്റെ സ്ഥലമാണെന്നത് പോലും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പഴയ ഫയലുകളിൽ നിന്ന് തപ്പിപ്പിടിച്ചാണ് അരവിന്ദന് പോലും സീതാരാമന്റെ നമ്പർ കണ്ടുപിടിക്കാനായത്. ആ സ്ഥലം മുമ്പിലിരിക്കുന്ന സീതാരാമൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അരവിന്ദന് സമാധാനമായി. അതെ, ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ആ സ്ഥലം അതെന്ത് ചെയ്യാനാണ് താങ്കളുടെ തീരുമാനം? വാസ്തവത്തിൽ അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ താങ്കളെ കാണാൻ വന്നത് തന്നെ. ഇത്തവണ അരവിന്ദൻ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ ഞെട്ടി. ഹേയ്, അതെങ്ങനെ ശരിയാവും? മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അരവിന്ദനെ പകച്ചു നോക്കി. നോക്കൂ സീതാരാമൻ. അല്ല, സേതുരാമൻ. അതെ, സേതു. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരൂ. ആ സ്ഥലത്തിന്റെ കിടപ്പ് നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം ബോധ്യമാവുകയുള്ളൂ. അതെ അതെ, എനിക്ക് ആ സ്ഥലം ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. അതും പറഞ്ഞ് സേതു വെളിയിലേക്ക് ഇറങ്ങി. രാവിലെ തൊട്ട് തിരക്കിലായിരുന്നതിനാൽ ഇട്ടിരുന്ന ഖദർവേഷം മുഷിഞ്ഞും വിയർത്തും നാശമായി എന്ന ചിന്തയിൽ അരവിന്ദൻ ഒരു നിമിഷം നിന്നു. പിന്നെ അങ്ങനെയൊക്കെ മതി എന്ന തീരുമാനത്തിൽ സേതുവിനെ ധൃതിയിൽ അനുഗമിച്ചു. സേതു അതുവരെ ഇല്ലാത്ത ഉന്മേഷത്തോടെ പറഞ്ഞു തുടങ്ങി. കേട്ടോ സാറേ, ഈ നന്ദാപുരത്ത് ഞാനിത് ആദ്യമായിട്ടാണ് വരുന്നത്. നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് 10 സെന്റ് ഭൂമിയുണ്ട് എന്ന കാര്യം അച്ഛൻ പറയുന്നത് തന്നെ മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപാണ്. മോനെ സേതു, അച്ഛൻ പറഞ്ഞു, നിന്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ മാത്രമാണ് എന്നോട് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത്. മോനെ, നന്ദാപുരത്ത് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. നിങ്ങൾ മക്കൾക്ക് ആവശ്യമുള്ള സ്വത്തും സ്ഥലവുമൊക്കെ ഞാൻ നയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ആ സ്ഥലം നിന്റെ അച്ഛന്റെ ആഗ്രഹത്തിനു വേണ്ടി മാത്രം വാങ്ങിയതാ മോനെ. നന്ദാപുരത്തെ ഈ സ്ഥലം വെറുതെ ഇടണം. അത് നമ്മുടേതൊന്നുമല്ല എന്ന മട്ടിൽ. വാസ്തവത്തിൽ ഭൂമിയെ വിലയ്ക്ക് വാങ്ങാൻ നമ്മൾ ആരാണ്? അവിടെ അതിരുകെട്ടി തിരിച്ച് വീട് വെക്കാനും കൃഷി ചെയ്യാനുമൊക്കെ നമ്മൾക്ക് എന്തധികാരം? നന്ദാപുരത്തെ ആ സ്ഥലം പരിപാലിക്കാതെ വെറുതെ ഇടണം എന്നാണ് എന്റെ ആഗ്രഹം. അതങ്ങനെ വെറുതെ കിടന്ന് പുല്ലുമൂടി കാട് പിടിച്ച് തഴച്ചു നിൽക്കട്ടെ. ഇത്തിരിയെങ്കിൽ ഇത്തിരി. ആ കാട് കണ്ട് ഭാവിയിൽ ആരെങ്കിലും ചോദിക്കും, ആഹാ, അതാരുടെ കാടാണ്? അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ അവർ ഇങ്ങനെ മറുപടി നൽകും, അത് നമ്മുടെ രാമന്റെയല്ലേ. ആളുകൾ എന്നെ അങ്ങനെ ഓർക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് അച്ഛൻ പോയത്. പക്ഷേ എനിക്കാണെങ്കിലോ അച്ഛന്റെ വാക്കുകൾ പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ 13 പേരാണ് അച്ഛന് മക്കളായിട്ടുള്ളത്. അതിലെ ബാക്കി 12 പേർക്കും ആ സ്ഥലം വിറ്റുതൊലിക്കാനായിരുന്നു ധൃതി. എന്തു ചെയ്യാം? എന്നാൽ 13 അത്ര മോശം സംഖ്യയൊന്നുമല്ല. നന്ദാപുരത്ത് ഇപ്പോഴും കാട് പിടിച്ചു കിടക്കുന്ന ഒരു 13ാം സ്ഥലമുണ്ട് നമ്മുടേതായിട്ട്. ഞാൻ അതിലൊന്നും ചെയ്തില്ല. അതിപ്പോൾ എന്റെ അച്ഛൻ നിന്റെ മുത്തച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു കാടായി മാറിയിട്ടുണ്ടാവും. 10 സെന്റ് ഭൂമിയിൽ ഒരു കാട്. എന്റെ മരണശേഷം നീ ഒന്ന് അവിടം വരെ പോകണം. ആ കാട് എങ്ങനെയുണ്ടെന്ന് ദൂരെ നിന്ന് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരണം. പക്ഷേ നന്ദാപുരവും ഈ 10 സെന്റും എവിടെയാണെന്നത് പോലും എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അച്ഛനാണ് എനിക്ക് നിങ്ങളുടെ നമ്പർ തന്നത്. ഇത്രയും കേട്ടപ്പോൾ അരവിന്ദന് ആകെ പരിഭ്രമമായി. എന്തൊക്കെയാണ് ഈ അച്ഛനും മക്കളും പറഞ്ഞു കൂട്ടുന്നത്?
എന്നിട്ട് നമ്പർ തരുമ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞത്? അച്ഛൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരുപക്ഷെ ആ 10 സെന്റിന് എന്താണ് വില എന്ന് നിന്നോട് ചോദിച്ചേക്കാം. അന്നേരം നീ പറയുന്ന ഏത് വിലയും നിന്റെ അച്ഛന് നീ ഇടുന്ന വിലയായിരിക്കും. ഒരുപക്ഷെ നിന്റെ മുത്തച്ഛന്റെ 13 വില. കോളനിയിലെ വീടുകൾക്ക് മുന്നിലൂടെ നടന്നു തീർത്ത് അരവിന്ദനും സേതുവും അന്നേരം ആ 10 സെന്റ് ഭൂമിയുടെ മുന്നിലെത്തിയിരുന്നു. 2 ആൾ പൊക്കത്തിൽ ചുറ്റിലും വൃത്തിയായി മതില് കെട്ടിയ തുരുമ്പിച്ചു തുടങ്ങിയ ഭീമാകാരമായ ഇരുമ്പ് ഗേറ്റ് താഴിട്ടു പൂട്ടിയ നിലയിൽ അകമേ കാട് പിടിച്ചു കിടക്കുന്ന ഒരു വെറും പറമ്പ്. സേതു അപ്പോൾ മാത്രം ഈറനായ കണ്ണുകളോടെ ദൂരെ നിന്ന് ആ കാട് നോക്കിക്കണ്ടു. അതൊരു വലിയ കാടൊന്നുമായിട്ടില്ലെങ്കിലും ചുറ്റുമുള്ള ഒന്നുമില്ലായ്മയിൽ അതൊരു മുഴുത്ത കാടാണല്ലോ എന്ന് അയാൾക്ക് തോന്നി. ഇതിങ്ങനെ വെറുതെ ഇട്ടാൽ ഞങ്ങൾ കോളനിയിലെ 12 വീട്ടുകാർക്കും വലിയ ശല്യമായിരിക്കും, അരവിന്ദൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തു തോന്നി? അയാൾ പ്രതീക്ഷയുള്ള ഒരു നോട്ടം പായിച്ച് സേതുവിനോട് ചോദിച്ചു. ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടം വാസയോഗ്യമാക്കുന്നതല്ലേ ശരി? കേട്ടോ സാറേ, സേതു അരവിന്ദനോട് പറഞ്ഞു. അച്ഛൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിരുന്നു. ഈ നന്ദാപുരത്തിന്റെ പേര് പണ്ട് നന്ദാവനം എന്നായിരുന്നത്രേ. എന്തിനാണ് ഇയാൾ സന്ദർഭത്തിന് ഒട്ടും ചേരാത്ത ഒരു മറുപടി പറഞ്ഞ് ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നതെന്ന് അരവിന്ദൻ അപ്പോൾ സേതുവിനോട് അരിശം തോന്നി. നോക്കൂ മിസ്റ്റർ, നിങ്ങളുടെ സെന്റിമെന്റ്സ് ഒന്നും ഇക്കാലത്ത് തീരെ പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾ വഴങ്ങിയില്ലെങ്കിൽ RDOവിന്റെ അടുത്ത് പരാതി കൊടുക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായി ജീവിക്കണ്ടേ? സേതുരാമൻ അത് കേട്ടതായി ഭാവിച്ചില്ല. അയാൾ നിശബ്ദനായി ഗേറ്റിനരികിലേക്ക് നടന്നു. ഗേറ്റിൽ തൊട്ടപ്പോൾ എന്തിനോ അയാൾ അവസാനമായി അച്ഛന്റെ കൈപ്പടങ്ങൾ ചേർത്ത് പിടിച്ചത് ഓർത്തുപോയി. അപ്പോൾ വീശിയ ഒരു ചെറുകാറ്റിൽ അകത്തെ കാടിന്റെ മേലാപ്പ് ഒന്നുലഞ്ഞ് ശബ്ദമുണ്ടാക്കി. അതിനകത്തേക്ക് ഇപ്പോൾ പോകേണ്ട, സുരക്ഷിതമായ ഒരകലം പാലിച്ചുകൊണ്ട് പിറകിൽ അരവിന്ദന്റെ അനുനയ സ്വരം. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. ഇനി എന്ത് സംസാരിക്കാനാണ്? സേതുരാമൻ ശാന്തമായ മിഴികളോടെ ആ 10 സെന്റ് കാടിനെ നോക്കി. ഉയർന്ന മതിൽക്കെട്ടിനകത്ത് ചുരമാന്തി നിൽക്കുന്ന ഒരു വന്യമൃഗം. പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയിൽ അയാൾ ആ ഗേറ്റ് ചാടിക്കടക്കാൻ മുതിർന്നു. അയാളുടെ ഭാരം താങ്ങാനാവാതെ ഒരു വേള ആ ഗേറ്റ് തകർന്നേക്കും എന്നും അതിനകത്തെ വന്യത അപ്പാടെ പുറത്തേക്ക് ഇരമ്പി എത്തിയേക്കും എന്ന് ഭയപ്പെട്ട് അരവിന്ദൻ 1-2 ചുവടുകൾ പിറകോട്ട് മാറി നിന്നു. സേതുരാമൻ ആ പച്ചപ്പിലേക്ക് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നടന്നു തുടങ്ങി. നേരത്തെ നോക്കിക്കണ്ടതുപോലെയല്ല, അതൊരു അസൽ കാട് തന്നെയായിരുന്നു. തന്റെ അച്ഛനും മുത്തച്ഛനും ആഗ്രഹിച്ച വിധം ഒരു മുഴുത്ത കാട്. അതിന്റെ തണലിന് പോലും പച്ച നിറമുണ്ടായിരുന്നു. ഒരു ജലാശയത്തിലൂടെ എന്ന വിധം സേതുരാമൻ ആ കൊഴുത്ത പച്ചയിലൂടെ തുഴഞ്ഞു നീന്താൻ തുടങ്ങി. ഇത്രകാലം താൻ ജീവിച്ചു തീർത്ത നഗരജീവിതത്തിന്റെ ഉഷ്ണം പടം പൊഴിഞ്ഞ് നഗ്നമാകുന്നതിന്റെ ഒരു വന്യസുഖം. മരങ്ങളും വള്ളികളും കിളികളും ഇഴജന്തുക്കളും ചിതൽപുറ്റുകളും നിറഞ്ഞ ഒരു വലിയ ക്യാൻവാസ്. അച്ചിൽ ഏതേതിടങ്ങളിൽ ചേർത്ത് വെച്ചാലാണ് താനും ആ ചിത്രത്തിന്റെ ഭാഗമാവുക എന്ന ഒരു വ്യഗ്രത അപ്പോൾ അയാളുടെ നടത്തത്തിൽ പ്രകടമായി. പതിയെ പതിയെ അകം ശാന്തമാകുന്നുണ്ട്. ഇത്രയും നാൾ തേടി നടന്നത് ഈ ഒരു ശമന താളത്തിനാണ്. അത്രനേരം നിശബ്ദമായി കിടന്നിരുന്ന സേതുവിന്റെ സെൽഫോണിൽ അന്നേരം ഒരു സന്ദേശത്തിന്റെ കുമിള പൊട്ടി. വിദേശത്തുള്ള അയാളുടെ ഒരേ ഒരു അനിയനുമായി അയാൾ കുറച്ചു മുമ്പ് വരെ നടത്തിയ ചാറ്റിങ്ങിന്റെ ബാക്കി കഷ്ണമായിരുന്നു അത്. നന്ദാപുരത്തേക്ക് ഏതാണ് വഴി? നന്ദാപുരത്തേക്ക് എത്രയാണ് ദൂരം? എന്നിങ്ങനെ അത് ഇടയ്ക്കിടെ സേതുവിനെ പിന്തുടർന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇത്തവണ അവന്റെ സന്ദേഹം എന്താണെന്ന് സേതു പതിയെ തുറന്നു നോക്കി. നന്ദാപുരത്ത് സെന്റിനൊക്കെ ഇപ്പൊ എന്താണ് റേറ്റ്? സേതു ആ സന്ദേശത്തിലേക്ക് കരുണയോടെ ചിരിച്ചു. മറ്റേതോ ഉഷ്ണകാലത്തിലിരുന്ന് വിയർപ്പാറ്റാൻ പാടുപെടുന്ന തന്റെ അനിയന്റെ മുഖം അയാൾക്ക് ആ സന്ദേശത്തിൽ കാണാനാവുന്നുണ്ട്. റേറ്റിനെ പറ്റി വേവലാതി വേണ്ട, അയാൾ മറുപടി ടൈപ്പ് ചെയ്തു. നമ്മൾ ആർക്കും ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല, ദാറ്റ്സ് ഓൾ. ജീൻസിന്റെ പോക്കറ്റിലേക്ക് സെൽഫോൺ തിരികെ വെച്ച് തിരികെ നടക്കുമ്പോൾ സേതുരാമന് അച്ഛന്റെ മാറിടത്തിലെ രോമക്കാടുകളെ ഓർമ്മ വന്നു. അതിനിടയിലൂടെ വിരലോടിക്കണമെന്ന ഉൾക്കടമോഹം അടക്കി പിടിച്ച് അച്ഛന്റെ മൃതദേഹത്തിനരികെ അനങ്ങാതെ നിന്നതും ഓർമ്മ വന്നു. നെടുനീളത്തിൽ കിടക്കുന്ന അച്ഛനെ നടന്നു തീർത്ത് അയാൾ വീണ്ടും ഗേറ്റിനരികിലെത്തി. അപ്പുറം വെയിൽ കുറുക്കിയെടുത്ത സ്വന്തം നിഴലുമായി കരിങ്കൽ ചീളുകൾ പതിച്ച പാതയിൽ അരവിന്ദൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സേതുരാമൻ തണുത്ത പച്ചയിൽ നിന്നുകൊണ്ട് സ്വാസ്ഥ്യത്തോടെ അരവിന്ദനെ നോക്കി.
അരവിന്ദനെയും അയാളുടെ വരണ്ട ലോകത്തെയുമാണ് ഇപ്പോൾ അതിർത്തി തിരിച്ച് താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. സേതുരാമൻ ആ ഗേറ്റിനെ പിടിച്ചൊന്ന് കുലുക്കി നോക്കി. അല്ല, അയാൾ അരവിന്ദനോട് വിളിച്ചു പറഞ്ഞു. ഈ ഗേറ്റ് അത്ര ദുർബലമൊന്നുമല്ല. കാട് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.